പറയും റെക്കോർഡ് പ്രോഗ്രസ് ആണ്. ദെൻ ചെയ്യാൻ പറ്റും നമുക്ക് പ്രസന്റേഷൻ. അപ്പൊ ഇതിങ്ങനെ 40 മിനിറ്റ് വരെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കപ്പെടും. 40 മിനിറ്റ് ആയാലും എന്താ സംഭവിക്കാൻ നമുക്ക്. അപ്പൊ ഇത് കഴിഞ്ഞ സമയത്ത് പറഞ്ഞതാണ്. ഓക്കെ അല്ലെ? റിലേഷൻഷിപ്പ് പറഞ്ഞതല്ലേ? കൾച്ചറൽ ലാഗ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ടേമാണ്. നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ മുമ്പ് പരിചയം ഉണ്ടാവും അല്ലെ? കൾച്ചറൽ ലാഗ് എന്ന് പറഞ്ഞാൽ ഇതാരാ കോയിൻ ചെയ്തതെന്ന് ചോദിക്കാറുണ്ട്. ഇതാരാ കോയിൻ ചെയ്തതെന്ന് ചോദിക്കാറുണ്ട്. വില്യം ഓക്ബേൺ എന്ന് പറയുന്ന ആള് 1922 അയാളുടെ സോഷ്യൽ ചേഞ്ച് ആൻഡ് സംതിങ് അങ്ങനെ ഒരു ബുക്കിൽ ആണ് പറഞ്ഞത്. സോഷ്യൽ ചേഞ്ച് ആൻഡ് റൂട്ട്സ് ഇൻ സംതിങ് ലൈക്ക് ദാറ്റ്. coined by William Ockhorn 1922. ആ വേർഡ് തന്നെ കൾച്ചർ എന്ന് പറയും പറയാല്ലേ? കൾച്ചറാണ്, സംസ്കാരം. കൾച്ചർ എന്ന സാധനമാണ്. ലാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ സാധാരണ പറയാറുള്ളത്? ലാഗ്. ആ ഒരു ലാഗ് ആള് ലാഗ് ആവുന്നു പറയും അല്ലെ? ലാഗ് ആവും പറയും. മൊത്തത്തിൽ ലാഗ് ആവും. അത് തന്നെയാണ് ഇതിന്റെ ഒരു ആശയത്തിലേക്ക് വരുന്നത്. It refers to an imbalance in the culture of a society due to different rate of change happening in the material and non-material aspects of the culture. കൾച്ചറിന് വേണമെങ്കിൽ നമുക്ക് ടു ടൈപ്സ് ആക്കാം. Can divide into two categories. One is material culture, another one is non-material culture. മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ വേൾഡുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംസ്കാരത്തിനാണ് മെറ്റീരിയൽ കൾച്ചർ എന്ന് പറയുന്നത്. എക്യുപ്മെന്റ്, ഡിവൈസ്, ടൂൾസ് ഇതൊക്കെ മെറ്റീരിയൽ കൾച്ചറിന്റെ ഭാഗമാണ്. ദെൻ നോൺ മെറ്റീരിയൽ കൾച്ചർ എന്ന് പറഞ്ഞാൽ പിന്നെ ആർട്സ്, ദെൻ ലിറ്ററേച്ചർ, ബിലീഫ്, റിലീജിയൻ ഈ കാര്യങ്ങളൊക്കെ നോൺ മെറ്റീരിയൽ. സ്പിരിച്വാലിറ്റി ഇതൊക്കെ നോൺ മെറ്റീരിയൽ കൾച്ചറാണ്. അപ്പോൾ ഒരു മനുഷ്യന്റെ imbalance ആണ് the culture of a society due to different rate of change happening in the material and non-material aspects of the culture. ഈ രണ്ടിലും നടക്കുന്ന ചേഞ്ചുകൾ അത് കാരണം ഉണ്ടാവുന്ന ഒരു പ്രശ്നം. ഉദാഹരണത്തിന് നമ്മുടെ ഒരു പുതിയൊരു ഡിവൈസിനോട് കമ്പ്യൂട്ടർ വന്നപ്പോൾ കമ്പ്യൂട്ടറിനോട് ഒരു പേടി, അല്ലെങ്കിൽ ബുൾഡോസ് നമ്മുടെ നാട്ടില് ഈ JCB വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്നുണ്ടല്ലേ? കമ്പ്യൂട്ടർ വന്നപ്പോൾ അതിനെതിരെ സമരം ചെയ്തു എന്നൊക്കെ പറയപ്പെടുന്നു. അപ്പൊ അതൊരു ഒരു ഫിയർ ആണ്. നമുക്കറിയാത്ത മനുഷ്യൻ ഷുഡ് ബി എന്താ പറയാ എനിമി ഓഫ് ഇഗ്നോറൻസ് എന്ന് പറയും അല്ലെ? അവന്റെ അറിവില്ലായ്മയുടെ ശത്രുവായിരിക്കും പലരും. നമുക്കറിയാത്തതൊക്കെ എന്തോ നമ്മളെ പീഡിപ്പിക്കുന്ന സാധനമാണ്. നമുക്ക് അറിയാത്ത ആൾക്കാർ, പരിചയമില്ലാത്ത ആൾക്കാർ, നമുക്കറിയാത്ത കൾച്ചർ, അറിയാത്ത നാട്ടുകാർ, ഇവരൊക്കെ നമുക്കെന്തോ പേടി തോന്നും. അറിയാത്ത എന്തും അങ്ങനെ ഒരു സാധനമാണ് മനുഷ്യന്റെ സ്വഭാവമാണ്. അപ്പോൾ ഈ സാധനം പുതിയൊരു സാധനം വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും പേടി തോന്നുക എന്നുള്ളത്. ഇപ്പൊ നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ പിന്നെ TVയെ കുറിച്ച് നമ്മൾ ഭയങ്കരമായിട്ട് കാലത്ത് മതപ്രഭാഷണങ്ങളൊക്കെ പറയാറുണ്ട്. അത് പിശാചിന്റെ പെട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രസംഗിക്കാറുണ്ടായിരുന്നു അല്ലെ? ആ സംഗതി അതിന്റെ ഒരു ബാഡ് ഇമ്പാക്ട് അല്ലാത്തവരും പറയാറുണ്ട്. ഞാൻ പ്രത്യേകിച്ച് മതപരമായി പാടില്ല എന്ന് പറഞ്ഞിട്ട് പറയാറുണ്ടായിരുന്നു. പക്ഷെ കാരണം അത് പക്ഷെ അതേസമയം മൊബൈലിന്റെ കാര്യത്തിൽ എന്താ സംഭവിച്ചത്? ഇതാരെങ്കിലും അങ്ങനെ മൊബൈലിനെ കുറിച്ച് അങ്ങനെ പറയുന്നത് കേട്ടു? ഇത്ര ഇപ്പം ഇതിന്റെ ഭയങ്കര പ്രശ്നം പറയുന്നുണ്ട്. പക്ഷെ മതപരമായി ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കേട്ടില്ല. കാരണം എന്താ? ഇത് ആദ്യം തന്നെ ഉസ്താദന്മാരുടെ കയ്യിൽ ഫസ്റ്റ് ഇതെത്തി. അപ്പൊ അത് പ്രശ്നമില്ലാത്തായി അത് അങ്ങനെയാണ് പൊതുവെ. ഞാനൊരു എക്സാമ്പിൾ പറയാണ്. അതുകൊണ്ട് അവരന്ന് പറഞ്ഞ തെറ്റാണ് ഇന്ന് പറഞ്ഞ ശരിയാണ് എന്നല്ല ഞാൻ പറയുന്നത്. അതിനെ ഞാൻ വിധി പറയല്ല. പക്ഷെ പൊതുവിൽ മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് പുതിയൊരു കാര്യത്തെ, അല്ലെങ്കിൽ ഏത് പുതിയ കാര്യങ്ങളോട് മെറ്റീരിയലോ നോൺ മെറ്റീരിയലോ ആയിക്കോട്ടെ, പുതിയ ചേഞ്ചുകളെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ ചെറിയൊരു താമസം എടുക്കും. ആ താമസത്തെയാണ് അത് ചിലപ്പോൾ വ്യക്തിയുടെ സ്വഭാവവിശേഷം ഉണ്ടാവാം, അല്ലെങ്കിൽ സോഷ്യൽ കൾച്ചറൽ ഇഷ്യൂസ് കാരണമാവാം. പല ഇഷ്യൂസ് കാരണം, പല ചുറ്റുപാട് എൻവിറോൺമെന്റ് കാരണം ആ ഒരു കാലതാമസം എടുക്കുന്ന പ്രോസസ്സിനെയാണ് കൾച്ചറൽ ലാഗ് എന്ന് പറയുന്നത്. സാംസ്കാരികമായ ഒരു അത് കൾച്ചറൽ ഇനേഴ്ഷ്യയിലേക്ക് കൊണ്ടത് അത് വേറെ ടൈമാണ്. നിങ്ങൾക്ക് അത് എഴുതാം, സിലബസിന് കൊണ്ടില്ല. കൾച്ചറൽ ഇനേഴ്ഷ്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്തെ സാമൂഹ്യത്തിലേക്ക് എത്തിക്കുന്ന പറയുന്നത്
സാംസ്കാരിക ജഡത്വം പറയും. ചേഞ്ച് ചെയ്യാതെ ഇങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടാവും. അപ്പം പിന്നെ അതാണ് കൾച്ചറൽ ലാംഗ്വേജ്. ഇതേ സെന്റൻസ് തന്നെ ആയിക്കൊള്ളുന്നില്ല എല്ലാ ടെക്സ്റ്റുകളിലും. ഒരു സെന്റൻസ് ഞാൻ അവിടെ പറഞ്ഞു. It refers to the notion that culture takes time to catch up with the technological innovations. Another, catch up with the technological innovations. അദ്ദേഹത്തിന്റെ പുസ്തകം ഇത് പറയുന്നത് ആദ്യമായി പറഞ്ഞ പുസ്തകത്തിന്റെ പേര് സോഷ്യൽ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ദ കൾച്ചർ ആൻഡ് ഒറിജിനൽ നാച്ചർ എന്നുള്ള പുസ്തകത്തിലാണ് ആദ്യമായിട്ടത് അദ്ദേഹം ഈ വേർഡ് യൂസ് ചെയ്തത്. ദെൻ നെക്സ്റ്റ് ടേം ആണ് അക്കൾച്ചറേഷൻ. കൾച്ചറേഷൻ എന്താണ് അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ? Acculturation. It is a process in which members of one cultural group adopt the beliefs and behaviors of another group. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ഒരു പേഴ്സൺ മറ്റൊരു ഇതിന്റെ കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്യുന്നതിനാണ് എന്ത് പറയാ? അക്കൾച്ചറേഷൻ എന്ന് പറയാം. അക്കൾച്ചറേഷൻ പറയാം. എനിക്ക് തോന്നുന്നു ഈ മാസം നിങ്ങൾക്ക് അതിലേക്ക് കുറെ എക്സാമ്പിൾസ് കാണും. ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിലെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കലും ക്രിസ്മസ് സ്റ്റാർ ചെയ്യലും നമ്മുടെ നാട്ടിൽ എനിക്ക് തോന്നുന്നു ശരിക്കും ഒരു യേശുമായി ബന്ധപ്പെട്ട സാധനമാണെങ്കിലും അതല്ലാത്ത കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരില്ല, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അല്ലാത്തവർ ചെയ്യും. കാരണം അതൊരു അക്കൾച്ചറേഷൻ ആണ്, പ്രോസസ് ഓഫ് അക്കൾച്ചറേഷൻ ആണ് ഒരർത്ഥത്തിൽ. അതൊരു ഒരു ഒരു ആസ്വാദനത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്ന കൾച്ചറേഷൻ. ഈ അക്കൾച്ചറേഷൻ എന്ന് പറയുന്ന സാധനം രണ്ട് രീതിയിൽ നടക്കും. ഒന്ന് ഡയറക്റ്റ് ആയിട്ട് നടക്കും, മറ്റൊന്ന് ഇൻഡയറക്റ്റ് ആയിട്ട് നടക്കും. ഡയറക്റ്റ് മെത്തേഡിലൂടെ നടക്കും, ഇൻഡയറക്റ്റ് ആയിട്ട് നടക്കും അക്കൾച്ചറേഷൻ. ഡയറക്റ്റ് എന്ന് പറഞ്ഞാൽ വിത്ത് സോഷ്യൽ ഇന്ററാക്ഷൻ. നമ്മൾ എന്ത് ചെയ്യാം? പിന്നെ ഡയറക്റ്റ് സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ നടക്കും. നമ്മൾ പരസ്പരം ഇടപെടുന്നു അല്ലെ, മറ്റൊരു സമൂഹമായിട്ട് ഇടപെടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവരുടെ കൾച്ചർ നമ്മൾ സ്വീകരിക്കും. നമ്മൾ അറിയാത്തൊരു സംഭവം അവിടെ നടക്കും. ഇപ്പൊ മുസ്ലിം കമ്മ്യൂണിറ്റിയിലാണെങ്കിൽ ഇവിടെ നേർച്ച അല്ലെ, അറേബ്യൻ രാജ്യങ്ങളിൽ പോയി ചിലപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ പറ്റും. അങ്ങനെയുള്ള സാധനം ഇവിടെയുള്ള കൾച്ചറിന്റെ ചെറിയൊരു പിന്നെ സ്വീകരിക്കലാണ്. സ്വന്തം കൾച്ചറിന് റെഡിയാക്കി ദർഗകള് അല്ലെ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഈ നേർച്ച എന്ന് പറഞ്ഞ സാധനം എല്ലാ ശരിക്കും പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ഇല്ല, നമ്മുടെ കേരളീയമായ സാധനമാണ്. അപ്പൊ അങ്ങനെ പല സാധനം ഞാനൊരു പെട്ടെന്ന് വന്ന ഒരു സാധനം പറഞ്ഞു. നമ്മുടെ ലൈഫിൽ തന്നെ കുറേ അധികം സാധനം ഉണ്ടാവും അല്ലെ, ഡയറക്റ്റ് ആയിട്ട് നമുക്ക് സോഷ്യൽ ഇന്ററാക്ഷനിലൂടെ കിട്ടിയ സാധനങ്ങൾ ഉണ്ടാവും കുറേ. ദെൻ എക്സ്പോസ് ടു എക്സ്റ്റേണൽ കൾച്ചർ. നേരിട്ടുള്ള ഇന്ററാക്ഷൻ അല്ലാതെ നമ്മളൊരു പിന്നെ വീഡിയോ കണ്ടിട്ട് അല്ലെ, ഇപ്പൊ ഫുഡ് കൾച്ചർ നമ്മൾ യൂട്യൂബിൽ വേറെ ഏതോ ചൈനീസ് ഫുഡ് ഉണ്ടാക്കുന്ന കണ്ടിട്ട് നമ്മളത് ഉണ്ടാക്കി. അത് നേരിട്ടുള്ള ഇന്ററാക്ഷൻ അല്ല, നമുക്ക് ആ ഒരു എക്സ്പോഷർ കിട്ടുമ്പോൾ നമ്മൾ അതൊന്ന് പരീക്ഷിച്ച് നോക്കും. ഇപ്പൊ അങ്ങനെ എല്ലാവരും അല്ലെ, അങ്ങനെയുള്ള എക്സ്പോഷർ ഇപ്പൊ നന്നായിട്ട് കിട്ടുന്നത് കൊണ്ട് നന്നായിട്ട് അക്കൾച്ചറേഷൻ എല്ലാ സ്ഥലത്തും നടക്കുന്നു എന്നുള്ളതാണ്. ഡ്രസ് കോഡ് ആണെങ്കിലും ഫുഡ് ഹാബിറ്റ് ആണെങ്കിലും നമ്മുടെ എല്ലാ സാധനങ്ങളും നമ്മൾ ഈ സംഭവങ്ങൾ അതാണ് അക്കൾച്ചറേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഈ അക്കൾച്ചറേഷൻ പറയുമ്പോൾ തന്നെ പറയുന്നത് വേറൊരു വേർഡ് ഉണ്ട്, അത് എൻകൾച്ചറേഷൻ ആണ്. എൻകൾച്ചറേഷൻ EN വെച്ച് ENCULTURATION എൻകൾച്ചറേഷൻ. എൻകൾച്ചറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൾച്ചറേഷൻ എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എൻകൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ അക്കൾച്ചറേഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊരു കൾച്ചർ നമ്മൾ അഡോപ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് പഠിച്ച് അത് സ്വീകരിക്കും. എൻകൾച്ചറേഷൻ നമ്മൾ നമ്മുടെ കൾച്ചർ തന്നെ പഠിക്കും. നമ്മുടെ കൾച്ചർ തന്നെ പഠിക്കുന്നതിനാണ് എൻകൾച്ചറേഷൻ എന്ന് പറയുന്നത്. എൻകൾച്ചറേഷൻ is a practice where a specific individual takes upon themselves to learn the tradition, language, belief, and values of their own culture. Learn and practice their own. It is a process. An individual learn or practice their own culture. സ്വന്തം കൾച്ചർ പഠിക്കുന്നതിന് എൻകൾച്ചറേഷൻ എന്നും, അല്ലെങ്കിൽ അതിന് കൂടുതൽ നമ്മുടെ കൾച്ചർ നമ്മൾ പഠിക്കേണ്ടതുണ്ടോ? ഉണ്ട് അല്ലെ, നമ്മുടെ സ്വന്തം കൾച്ചർ നമ്മൾ പഠിക്കേണ്ടതുണ്ട്, എന്നാലേ നമുക്ക് ശരിക്കും അതിനെ കുറിച്ച് അറിയാം.
അപ്പൊ ആ കൾച്ചർ നമുക്ക് അത് സ്വാഭാവികമായിട്ടും കിട്ടും കുറെ കാര്യങ്ങൾ. എന്നാൽ കൂടി നമ്മൾ കുറെയൊക്കെ പഠിക്കേണ്ടിയും വരും അല്ലെ? അങ്ങനെ പഠിക്കുന്നതിനെ കൾച്ചറേഷൻ, നമ്മൾ കൂടുതൽ മനസ്സിലാക്കുന്നതിനെയും ആ സംസ്കാരത്തെ അറിയുന്നതിനെ കൾച്ചറേഷൻ എന്നും മറ്റൊരു കൾച്ചറിനെ അഡോപ്റ്റ് ചെയ്യുന്നതിനെ കൾച്ചറേഷൻ എന്നും പറയും. ഓക്കെ അല്ലേ? Then education and modernization. Education and modernization. അതിലുള്ള വേറൊരു ടോപ്പിക്കാണ് എഡ്യൂക്കേഷൻ ആൻഡ് മോഡേണൈസേഷൻ. എന്താണ് മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ? മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? എന്താ? ആധുനികവൽക്കരണം അല്ലെ? ഇപ്പൊ എന്തിനാണ് നമ്മൾ ഉള്ളത്? മോഡേണൈസേഷനിലാണ്. ഇപ്പൊ ലാസ്റ്റ് ഇപ്പോഴത്തെ ടൈമിനെ കുറിച്ച് നമ്മൾ എന്താ പറയുന്നത്? പോസ്റ്റ് അല്ലെ? പോസ്റ്റ് മോഡേൺ എന്ന് പറയും. മോഡേൺ കഴിഞ്ഞ് പോസ്റ്റ് മോഡേണിൽ നമ്മൾ എത്തി. മോഡേൺ ഏജ് എന്നും പോസ്റ്റ് മോഡേൺ ഏജ് എന്നൊക്കെ നമ്മൾ പറയുന്നത് ഏജും ആ പ്രോസസ്സും രണ്ടും ഡിഫറെന്റ് തന്നെയാണ് അല്ലെ? മോഡേണൈസേഷൻ ശരിക്കും ഫസ്റ്റ് വേൾഡ് വാർ മുതലാണ് ആരംഭിച്ചതെന്നൊക്കെ പറയുന്നുണ്ട്. സെക്കൻഡ് വേൾഡ് വാർ ആകുമ്പോഴേക്ക് പോസ്റ്റ് മോഡേണൈസേഷൻ ആരംഭിച്ചു. അതിന്റെ ആഫ്റ്റർ ദാറ്റ് അല്ലെങ്കിൽ അപ്പോഴും പോസ്റ്റ് മോഡേണൈസേഷൻ തന്നെയാന്ന് തോന്നുന്നു അല്ലെ? വളരെ റീസെന്റ് ആയിട്ടാണ് തോന്നുന്നു എനിക്ക് തോന്നുന്നു പോസ്റ്റ് മോഡേണൈസേഷൻ. സെക്കൻഡ് വേൾഡ് വാറിൽ തന്നെ വന്നിട്ടുണ്ട് അല്ലെ? പോസ്റ്റ് മോഡേണൈസേഷൻ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം തുടങ്ങിയില്ലേ? ബ്രിട്ടീഷുകാരൊക്കെയാണ് ഇത് പറയേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. ഏതായാലും മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ സിംപ്ലി നമ്മൾ മലയാളത്തിൽ എന്താ പറയുക? ആധുനികവൽക്കരണം. It is a process by which fundamental social and cultural change takes place as a result of the adoption of science-based technology. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ ഇൻഡസ്ട്രിയലൈസേഷൻ, അതേപോലെ തന്നെ ടെക്നോളജിക്കൽ റവല്യൂഷൻ, ഇതൊക്കെ ഉണ്ടായപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആകെ ഉണ്ടായൊരു മാറ്റത്തെയാണ്, ചേഞ്ചിനെയാണ് മോഡേണൈസേഷൻ, ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. മോഡേണൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് വിച്ച് ഫണ്ടമെന്റൽ social and cultural change take place as a result of the adoption of science-based technology. അതാണ് മോഡേണൈസേഷൻ. സിമ്പിൾ ആയിട്ട് ഒരു സാധനം പറഞ്ഞു നേരിട്ടോ ആധുനികവൽക്കരണം എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ ഇവിടെ ചർച്ച ചെയ്യുന്നത് ഈ ഒരു പ്രോസസ്സിന് എഡ്യൂക്കേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേണൈസേഷൻ. ഇവിടെ നമുക്ക് കാര്യമായിട്ട് ആലോചിക്കേണ്ടത് വിദ്യാഭ്യാസം എങ്ങനെയാണ്, ആദ്യം മോഡേണൈസേഷൻ എന്താണെന്ന് മനസ്സിലാക്കുക, എന്നിട്ട് എങ്ങനെയാണ് വിദ്യാഭ്യാസവും എഡ്യൂക്കേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്, എന്ന രീതിയിൽ മോഡേണൈസേഷനെ ഇത് സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കുകയാണ്. ഓക്കെ അല്ലേ? ഒരു ഫേമസ് ആയിട്ടുള്ള മോഡേൺ റൈറ്ററുടെ പേര് പറഞ്ഞ്. ഫേമസ് മോഡേൺ റൈറ്റർ. ഫസ്റ്റ് പറഞ്ഞ സെന്റൻസ് വളരെ പ്രധാനമാണ്. ചിലർ പറയുന്നത് മോഡേൺ സൊസൈറ്റി എന്ന് പറഞ്ഞാൽ കണ്ടംപററി സൊസൈറ്റിയാണ് എന്നുള്ള ഒരു ആർഗ്യുമെന്റ് ഉണ്ട്. പക്ഷെ മോഡേണിസം എന്ന് പറഞ്ഞാൽ വേറെ തന്നെ ഒരു ഇസമാണ് എന്നുള്ള, അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് പോസ്റ്റ് മോഡേണിസം വന്നത്. അതിനെതിരായിട്ടാണ് പോസ്റ്റ് മോഡേണിസം ഒരു റിവോൾട്ട് ആയിട്ടാണ് വന്നത്. പോസ്റ്റ് മോഡേണിസം പഠിക്കാനില്ല. എന്നാലും പോസ്റ്റ് മോഡേണിസം എന്ന് പറയുമ്പോൾ മോഡേണിസത്തിന്റെ പിഴവുകൾ, ലിമിറ്റേഷൻസ് കൂടി മനസ്സിലാക്കിയിട്ട് മോഡേണിസം എഗെയിൻസ്റ്റ് ട്രഡീഷൻ ആയിരുന്നു. പക്ഷെ പോസ്റ്റ് മോഡേണിസത്തിൽ ട്രഡീഷന് കൂടി പ്രാധാന്യം കൊടുക്കുന്ന ഒരു പുതിയതിനെ അഡോപ്റ്റ് ചെയ്യുന്നത്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേണൈസേഷൻ. ഒന്ന്, ഇൻഡസ്ട്രിയലൈസേഷൻ ഓഫ് ദ ട്രഡീഷണൽ എക്കോണമി. ആ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ നടന്നു. ഇൻക്രീസ്ഡ് ജിയോഗ്രഫിക്കൽ മൊബിലിറ്റി ആൻഡ് സോഷ്യൽ മൊബിലിറ്റി. സോഷ്യൽ ആൻഡ് ജോഗ്രഫിക്കൽ മൊബിലിറ്റി കൂടുതലുണ്ടായി. നമ്മളെല്ലാവരും പെട്ടെന്ന് സഞ്ചരിക്കാൻ തുടങ്ങി. യാത്ര ഇങ്ങനെ ഇവിടെ കണ്ടാലും നാളെ എന്ത് ചെയ്യും, വേറെ കൺട്രിയിലാണ് കാണുന്നത്. കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ ആർക്കും എപ്പോഴും എവിടെയും പോകാൻ പറ്റുന്ന രീതിയിൽ അല്ലെ? ദ യൂസ് ഓഫ് ടെക്നോളജി ഈസ് വെരി ഹൈ. മോഡേണൈസേഷന്റെ വേറൊരു പ്രത്യേകതയാണ് നമ്മളെല്ലാവരും നന്നായിട്ട് ടെക്നോളജി ഉപയോഗിക്കുന്നത്. അത് വളരെ ഹൈ ആണ്. അർബനൈസേഷൻ ബിഗൻ ടീച്ചിങ്. അർബനൈസേഷൻ നന്നായിട്ട്, അത് ഒരു ഇൻഡസ്ട്രിയലൈസേഷന്റെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്.
റൈസ് ഇൻ ലിറ്ററസി റേറ്റ് ഓഫ് ദ പീപ്പിൾ. ആൾക്കാർക്ക് എല്ലാവർക്കും ലിറ്ററസി ഉണ്ടാവാൻ തുടങ്ങി. എല്ലാവർക്കും എല്ലാം അറിയാം അല്ലെ? എല്ലാവർക്കും എല്ലാം അറിയാവുന്ന കാലത്താണ് ജീവിക്കുന്നത്. ഡെവലപ്മെന്റ് ഓഫ് മാസ് മീഡിയ ടെക്നിക്സ്, അതൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു. മാസ് മീഡിയ ടെക്നിക്സ് ഒക്കെ നന്നായിട്ട് ഡെവലപ്പ് ചെയ്തു. ടെക്നോളജിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് വേറൊരു സാധനം. സോഷ്യൽ മീഡിയ, മാസ് മീഡിയ ഒക്കെ പോയി ഇപ്പൊ സോഷ്യൽ മീഡിയ അല്ലേ അധീക്ഷത്വം സ്ഥാപിച്ചിട്ട് കുറയായി. ടേം തന്നെ ഇപ്പൊ പ്രത്യക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ, മാസ് മീഡിയ എന്ന് പറയുന്നത്. എന്താ മാസ് മീഡിയ എന്ന് പറഞ്ഞാൽ അത് മീഡിയ മാത്രമായിട്ട് നിങ്ങൾക്ക് പറയാനുണ്ട്. മാസ് മീഡിയ മാസ് മീഡിയ എന്ന് പറഞ്ഞാല് ആ വേർഡ്, ഫസ്റ്റ് വേർഡ് മാസ് എന്ന് പറയുമ്പോൾ അല്ലെ ക്രൗഡ് എന്നുള്ളൊരു മീനിങ് ആണല്ലോ. മീൻസ് ക്രൗഡ്. അപ്പൊ വലിയൊരു ക്രൗഡിനെ ഉദ്ദേശിച്ച് നമ്മൾ ഏത് മീഡിയ ഉപയോഗിച്ചാലും അതിനെ നമുക്ക് മാസ് മീഡിയ എന്ന് പറയാം. അങ്ങനെയാണ് പത്രം ഒരു മാസ് മീഡിയ, ന്യൂസ് പേപ്പർ മാസ് മീഡിയയായി മാറുന്നത്, ടെലിവിഷൻ ഒരു മാസ് മീഡിയയായി മാറും, ചാനൽ ഒരു മാസ് മീഡിയ. കാരണം ഒരു സ്ഥലത്ത് നിന്ന് ഒരാൾ പറയുന്ന കാര്യം, ടൈപ്പ് ചെയ്യുന്ന കാര്യം, പറയുന്ന കാര്യം, പ്രിന്റ് ചെയ്യുന്ന കാര്യം ഒരുപാട് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ അതിന് മാസ് മീഡിയ എന്ന് പറയും. അതായിരുന്നു. പക്ഷെ ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നപ്പോ സോഷ്യൽ മീഡിയ ഇതിനൊക്കെ അങ്ങ് വിഴുങ്ങിക്കളഞ്ഞു അല്ലെ. എല്ലാത്തിനെയും അങ്ങ് പിന്നെ എന്താ പറയാ ഹൈജാക്ക് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? റോൾ ഓഫ് എഡ്യൂക്കേഷൻ, അതാണ് നമുക്ക് അതിൽ പറയാനുള്ളത്. റോൾ ഓഫ് എഡ്യൂക്കേഷൻ അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടേ ചോദിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മാത്രമേ ചോദിക്കും. മോഡേണൈസേഷൻ മാത്രമായിട്ട് എക്സാമിന് ചോദിക്കില്ല. പിന്നെ വാട്ട് ഈസ് ദ റോൾ ഓഫ് എഡ്യൂക്കേഷൻ മോഡേണൈസേഷൻ, അപ്പൊ അത് പറയുമ്പോൾ നമ്മൾ മോഡേണൈസേഷൻ എന്താണെന്ന് കൂടി പറയാം. പക്ഷെ ഫസ്റ്റ് 1 മാർക്കിനൊക്കെ ചോദിക്കാം കേട്ടോ. 1 മാർക്ക് 2 മാർക്ക് 50 മാർക്കിനാണ് എക്സാം അല്ലെ. 50 മാർക്കിനാണ് എക്സാം. 1 മാർക്കിനൊക്കെ എന്ത് ചെയ്യാം? ഫോർത്ത് സെമ്മിൽ എല്ലാ പേപ്പറും 50 മാർക്കിനാണല്ലോ. കോത്താരി കമ്മീഷൻ 1964-66 എംഫസൈസ് ഓൺ മോഡേണൈസേഷൻ. അന്നേ മോഡേണൈസേഷനെ കുറിച്ച് പറഞ്ഞിട്ട് അതിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. NEP 1986 ഇമ്പോർട്ടൻസ് ടു മോഡേണൈസേഷൻ പറഞ്ഞു നേരുന്നത്. അവരൊക്കെ ഈ മോഡേൺ, അതായത് ആധുനികവൽക്കരണത്തിന് പ്രാധാന്യം കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ റിപ്പോർട്ടുകളൊക്കെ. Education plays a critical role in the modernization of society. It is considered as the driving force for the development of individual and nation. The following are the key ways in which education contributes to modernization. അപ്പോൾ വിദ്യാഭ്യാസത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഈ മോഡേണൈസേഷനെ ഉണ്ടാക്കുന്നതിൽ, അതിനെ മോഡേൺ ആക്കുന്നതിൽ, രാജ്യത്തെ, നാട്ടുകാരെ, സമൂഹത്തെ, ഇൻഡിവിജ്വലിനെ മോഡേണൈസേഷൻ ചെയ്യുന്നതിൽ എഡ്യൂക്കേഷന് വലിയ പ്രാധാന്യമുണ്ട്. ഡ്രൈവിംഗ് ഫോഴ്സ് ആണ് എഡ്യൂക്കേഷൻ. ഇറ്റ്സ് എ ഡ്രൈവിംഗ് ഫോഴ്സ്. വിദ്യാഭ്യാസം ഉണ്ടാകുന്നതാണ് സാധ്യമാണ്. ഓക്കെ അല്ലേ? എങ്ങനെയൊക്കെയാണ് ഇത് ഭാഗമാകുന്നത്? എഡ്യൂക്കേഷൻ പ്രൊഡ്യൂസ് ദ സ്കിൽഡ് പേഴ്സണാലിറ്റീസ്. സ്കിൽഡ് പേഴ്സൺ, വിദ്യാഭ്യാസത്തിലൂടെ നല്ല സ്കില്ലുള്ള ആൾക്കാരെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ എന്തായി മാറും? സ്കില്ലുള്ളവരുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആധുനികവൽക്കരണം സാധ്യമാവും. എഡ്യൂക്കേഷൻ ബ്രിങ്സ് ടെക്നോളജിക്കൽ റെവല്യൂഷൻ. ടെക്നോളജിക്കൽ റെവല്യൂഷൻ കൊണ്ടുവരുന്ന എഡ്യൂക്കേഷൻ. ദെൻ എഡ്യൂക്കേഷൻ ബ്രേക്സ് ദ ക്ലാസ് ഫീലിംഗ് ആൻഡ് കാസ്റ്റ് ബാരിയേഴ്സ്. എല്ലാ ബാരിയേഴ്സിനെയും എല്ലാ മതിലുകളെയും എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം പൊളിച്ചു കളയും. എഡ്യൂക്കേഷൻ ലിബറേറ്റ്സ് ഫ്രം സോഷ്യൽ ഓപ്പറേഷൻ. സാമൂഹികമായിട്ടുള്ള ഓപ്പറേഷൻ ലിബറേറ്റ് ചെയ്യും വിദ്യാഭ്യാസം. ഇങ്ങനെയൊക്കെ എന്ത് ചെയ്യുന്നു? എഡ്യൂക്കേഷൻ ഇങ്ങനെയൊക്കെ സഹായിക്കുന്നു, മോഡേണൈസേഷനെ സഹായിക്കുന്നു. റോൾ ഓഫ് എഡ്യൂക്കേഷൻ ഇൻ മോഡേണൈസേഷൻ. സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഈസ് ഡെവലപ്ഡ് ത്രൂ എഡ്യൂക്കേഷൻ വിച്ച് മീൻസ് ഓഫ് മോഡേണൈസേഷൻ. സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നു എഡ്യൂക്കേഷനിലൂടെയാണ്. എന്ത് ചെയ്യാം? സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുക. Scientific attitude is developed through education, which is a means of modernization.
സയന്റിഫിക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുന്ന വിദ്യാഭ്യാസം. ഡെവലപ്മെന്റ് ഓഫ് റീസണിങ് ഡെവലപ്മെന്റ് ഉണ്ടാക്കുന്നു. ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ടാകും. ഡെവലപ്മെന്റ് ഓഫ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ്, ഡെവലപ്മെന്റ് ഓഫ് ഡെമോക്രാറ്റിക് സിറ്റിസൺഷിപ്പ്, ജനാധിപത്യപരമായിട്ടുള്ള ബോധം ഉണ്ടാക്കുന്നു. സ്കിൽഡ് പേഴ്സണെ ഡെവലപ്പ് ക്രിയേറ്റ് ചെയ്യുന്നു, പ്രൊഡ്യൂസ് ചെയ്യുന്നു. സ്കിൽഡ് പേഴ്സണെ. ടെക്നോളജിക്കൽ റവല്യൂഷൻ, ഇറ്റ് ബ്രിങ്സ് technological revolution. It breaks the differences, barriers. It breaks the different barriers. It liberates from social oppression. അങ്ങനെയൊക്കെ മോഡേണൈസേഷൻ ഉണ്ടാകും. മോഡേണൈസേഷൻ ആരാണ് മോഡേണൈസേഷൻ? അദ്ദേഹം തമ്മിലുള്ള ലേഡി അല്ലേ അല്ലെ? അപ്പം ഏകദേശം സ്റ്റാർട്ടിങ് അല്ലെ? ഇത് അങ്ങനെയാണ് പറയാം. എം ടിയുടെ മഞ്ഞ് വായിച്ചിട്ടുണ്ടോ? വായിച്ചിട്ടുണ്ട്. ആരൊക്കെയാണ് ക്യാരക്ടേഴ്സ്? വിമല അല്ലേ? വിമലയല്ലേ? വിമലയുടെ കാത്തിരിപ്പ് അല്ലെ? അപ്പോ ഈ മോഡേണൈസേഷന് കുറെ ക്രിറ്റിക്സും ഉണ്ട്, കുറെ ക്രിറ്റിക്കൽ വായനകളുണ്ട്. അതായത് മനുഷ്യന്റെ സ്വാഭാവികതകളെ നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. റൊമാൻറ്റിക്സിന് പ്രാധാന്യം ഇല്ലാതായി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനത് പറഞ്ഞത് അതിന്റെ ചില എക്സാമ്പിൾസ് ഒക്കെ അതിലൊക്കെ കാണാവുന്നതാണ്. നോളജ് ആൻഡ് സ്കിൽ ഡെവലപ്മെന്റ് ഇതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ക്രിറ്റിക്കൽ തിങ്കിങ് മോഡേണൈസേഷനിലൂടെ, എഡ്യൂക്കേഷനിലൂടെ ഉണ്ടാവുന്നു. Education helps individuals acquire knowledge, skills, and competencies that are essential for modern life. Critical thinking. Education promotes critical thinking and problem-solving skills, which are crucial in an increasingly complex and rapidly changing world. In conclusion, education is a critical component of modernization, providing individuals the knowledge, skills, and understanding they need to participate in modern society. വിദ്യാഭ്യാസം ഏതായാലും ഇല്ലെങ്കിൽ മോഡേണൈസേഷൻ സാധ്യമല്ല. അതിനെ ഓക്കെ അല്ലേ? ഓക്കെ, അത് മതിയില്ലേ? അപ്പൊ ഇത് 40 മിനിറ്റ് ആയിട്ടില്ല. 40 മിനിറ്റ് ആയാല് ഓട്ടോമാറ്റിക്കായിട്ട് അവസാനിക്കും. 40 മിനിറ്റ് ആവാത്തതാണ് തൽക്കാലം കൂടെ ഷെയർ നെറ്റ് മീറ്റ് എന്റെ മീറ്റിംഗ് ഫോർ ഓൾ